എത്ര പൈസ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറക്കാൻ ഞാൻ തയ്യാറാണ്, നഷ്ടം വന്നാൽ എവിടം വരെ പോവാൻ തയ്യാറാണ്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് ലാഭം വന്നാൽ കൊണ്ട് വേറൊരു ബിസിനസ്സിൽ കൊണ്ടിടും, ആ ബിസിനസ് നഷ്ടവും. അല്ലെങ്കിൽ കൊണ്ട് എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് വാങ്ങും, സ്ഥലം വാങ്ങും, ഇവിടെ ആവശ്യം വരുമ്പോൾ അത് വിൽക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ ഫ്ലാറ്റ് വാങ്ങിയിട്ടിട്ട് വാടക കൊടുക്കുന്നതിൽ അപ്പുറം ഇത്രയും വലിയ അബദ്ധം വേറെ ഒന്നും ഇല്ല എന്നാണ് ഞാൻ പറയാം. ഒരു ബേസിക് അക്കൗണ്ടിങ് ഭാഷയിൽ പറഞ്ഞാൽ ഹൗസ് ഇസ് എ ഡെപ്രീഷിയേറ്റിംഗ് ആസെറ്റ്. മൂല്യം കുറയുന്ന ഒരു ആസ്തിയാണ്. അല്ലാതെ ഒരു വീട് എന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ 25 കൊല്ലം കഴിഞ്ഞ് അത് വിൽക്കുമ്പോൾ ആ ഭൂമിക്ക് വില കിട്ടുള്ള വീടിന് വളരെ റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഈവൻ ദുബായിൽ ഹൈലി റിച്ച് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൂടെ പോകുമ്പോൾ അവരുടെ സൈസ് ഓഫ് വീട് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ മലയാളി ശരിയാണോ, അല്ലെങ്കിൽ മലയാളീസ് എന്തൊക്കെയാണ് ശരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടോ അവർ ചെയ്യുന്നത്? മലയാളികളുടെ എല്ലാ കൾച്ചറിലും കുറെ പ്ലസസും മൈനസസും ഉണ്ട് അല്ലെ. ചിലതൊക്കെ ഇതില് സ്പെസിഫിക്കലി മിസ്റ്റേക്സ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാണ്. ഞാൻ സ്ഥിരം പറയുന്ന ഒരു ലൈൻ ഉണ്ട്, മലയാളിയുടെ പണം കവരുന്ന 3 ഭൂതങ്ങളുണ്ട്. ഒന്ന് വീട്, വാഹനം, വിവാഹം എന്നുള്ളത്. അപ്പൊ അതിൽ ആദ്യം ഞാൻ പറയുന്ന സംഭവം വീടാണ്. സഖ പറഞ്ഞ് വളരെ ശരിയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു കൾച്ചറിൽ I am successful, I have arrived in my life എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ എൻ്റെ വീടിന്റെ വലിപ്പം ആണ് മെയിൻ ഒരു സംഭവം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അതൊരു ജനറൽ ട്രെൻഡാണ് അത്. അപ്പൊ വീടെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം താമസിക്കാൻ എനിക്കൊരു സൗകര്യത്തിന് ഒരു സംഭവം, അതിനപ്പുറത്തേക്ക് ഇതൊരു സ്റ്റേറ്റസ് സിമ്പിൾ ആണ് എന്നുള്ള ലെവലിലേക്ക് അത് എല്ലാരും ചെയ്യുമ്പോൾ അതൊരു നാട്ടുനടപ്പായി മാറുന്നു. അതാണ് ഒരാൾ മാത്രം ചെയ്യുമ്പോൾ നമ്മൾ ഇയാള് വലിയൊരു സ്റ്റൈല് കാണിക്കുന്ന, എല്ലാരും ചെയ്യുമ്പോൾ അത് നാട്ടുനടപ്പായി മാറിപ്പോയി. ഇപ്പൊ അതാണ്. അപ്പൊ അത് നമ്മളും വി ഗോ അലോങ് വിത്ത് ദ ട്രെൻഡ്. മറ്റുള്ളവർ ചെയ്യുന്ന ഞാനും ചെയ്യേണ്ട ഒരു അവസ്ഥ എന്നുള്ള മട്ടില് ആവശ്യത്തിന് അപ്പുറത്തേക്ക് വീടിന് വേണ്ടി കാശ് ചെലവാക്കുക എന്നുള്ളത് ഒരു എന്താ ഞാൻ പറയാ, ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു പൈസ അതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ആൻഡ് ഒരു ബേസിക് അക്കൗണ്ടിങ് ഭാഷയിൽ പറഞ്ഞാൽ ഹൗസ് ഇസ് എ ഡെപ്രീഷിയേറ്റിംഗ് ആസെറ്റ്. മൂല്യം കുറയുന്ന ഒരു ആസ്തിയാണ്. അല്ലാതെ ഒരു വീട് എന്ന് പറഞ്ഞ കെട്ടിടത്തിന്റെ 25 കൊല്ലം കഴിഞ്ഞ് അത് വിൽക്കുമ്പോൾ ആ ഭൂമിക്ക് വില കിട്ടുള്ള, വീടിനൊന്നും കിട്ടൂല. ഇത് മനസ്സിലാക്കുന്നില്ല പലരും എന്നുള്ളതാണ്. ആ വീടിന് വേണ്ടി ഇതിനകത്ത് നമ്മൾ ഭംഗി കൂട്ടാനോ അതിന് എന്ത് ചെയ്താലും എഴുതി തള്ളേണ്ട ചെലവാണെന്നല്ലാതെ നാളെ ഇതിന് വേണ്ടിയിട്ടാണ് കോടികൾ ചെലവാക്കുക. പക്ഷെ 5 വർഷം 10 വർഷം ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് കാര്യമില്ലല്ലോ. അതാണ്, കാശുള്ളവരെന്തോ ചെയ്തോട്ടെ, അവർക്ക് കാശും വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ പലരും ചെയ്യും. പക്ഷെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കരുതാതെ വീടെന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് ഓവറായിട്ട് നമ്മുടെ കാശിനെ ഇടുമ്പോഴാണ് ഈ പ്രോബ്ലം വരുന്നത്. നമ്മളെ ബാക്കി എല്ലാത്തിനും ഞാൻ കരുതി വെച്ചു, ഓക്കെ എന്റെ മക്കളെ പഠിപ്പിക്കണം, അവർക്ക് വേണം, എനിക്ക് റിട്ടയർമെന്റിന് ഞാൻ ഇത്ര കാലം ഉണ്ടെങ്കിൽ എനിക്ക് എത്ര പൈസ വേണ്ടി വരും, ഇങ്ങനെ എനിക്ക് എമർജൻസിക്ക് എത്ര വേണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കരുതിയിട്ട് ബാക്കി വന്നു. അത് ഞാൻ എന്റെ വീട്ടിന് മുകളിൽ അടിച്ചു പൊളിച്ചു, ഫൈൻ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇവിടെ അതല്ലല്ലോ സംഭവിക്കുന്നത്. ഇതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. ഉള്ള കാശ് മുഴുവൻ അവിടെ കൊണ്ടിട്ടു, പിന്നെ സ്റ്റക്കായി. അതെ, ഹൗസിംഗ് ലോൺ വാങ്ങി, അതെ അതൊക്കെ കൊണ്ട് അതിലിട്ടു. പിന്നെ അത് വിൽക്കാനും ബുദ്ധിമുട്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് വരുമാനവും കിട്ടില്ല, അതിന് മെയിൻ്റനൻസിന് അങ്ങോട്ട് പൈസ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നു. അതൊരു വല്ലാത്തൊരു കേഴ്സാണ് പല കുടുംബത്തിനെ സംബന്ധിച്ചും. ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ റിഗ്രറ്റ് ഇറ്റ്. ഐ സീ സോ മെനി ഓഫ് ദം. വേണ്ടിയിരുന്നില്ല. ഞാൻ എല്ലാവരോടും പറയണേ, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനത്തിൽ എനിക്ക് തെറ്റിപ്പോയ ഒന്ന് ഇതാണ് എന്ന് പറയുമ്പോൾ മാക്സിമം ആൾക്കാർ എന്താണ് എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇതാണ്, എൻ്റെ വീടിന് വേണ്ടി ഞാൻ അത്ര പൈസ ചെലവാക്കാൻ പാടില്ലായിരുന്നു. ഇത് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അത് റിയലൈസ് അത് ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഒരു 30s വീട് വെക്കുന്നത്, നല്ല പണം ചെലവാക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഈ പൈസ ആവശ്യമുള്ള അല്ലെങ്കിൽ കയ്യിൽ പൈസ വേണ്ട സമയത്ത് നോക്കുമ്പോൾ ആ വീട് മാത്രമല്ലല്ലോ, അത് വെച്ച് ഒന്നും ആവില്ലല്ലോ. മാത്രമല്ല അത് മാറ്റി മക്കളുടെ കല്യാണം കഴിയുമ്പോൾ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ആ സമയത്ത് അത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ സേഫ് ആയിരുന്നു പറയാറുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ചേർത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ ബിസിനസ്സുകാരായിട്ടുള്ള കുറെ സുഹൃത്തുക്കൾ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഇപ്പൊ ഇവരൊക്കെ പലപ്പോഴും പറയുന്നൊരു ശരി, ഇവരില് റവന്യൂ ഉണ്ടാവും, ബിസിനസ് റവന്യൂ ഉണ്ടാകുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ഡിസിപ്ലിനും മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് വലിയ സ്ട്രഗിൾ. അപ്പൊ എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരന് ഈ അബദ്ധങ്ങളിൽ കാരണം പിന്നീട് ഒരു ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റവന്യൂ വരാതിരിക്കുക. ഈവൻ എനിക്കറിയാവുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല വരുമാനമുള്ളൊരു ഷോപ്പാണ് ദുബായിൽ ഉണ്ടായിരുന്നത്. അടിച്ചു പൊളിഞ്ഞ് നടക്കുന്ന ഒരു തരത്തിലും അയാൾ കൺസേൺഡ് ആയിരുന്നില്ല. പെട്ടെന്ന് എന്നോട് റോഡ് വന്നു, ആ ബിൽഡിംഗ് പോയി, ഷോപ്പും പോയി.
അതോടുകൂടി പുള്ളിയുടെ റവന്യൂ സ്ട്രക്ക്. പിന്നെ പുള്ളി സ്ട്രഗിൾ ചെയ്തത് കുറെ കാലം, പിന്നീട് കുറെ കാലം വന്നു. ഇത് ഒഴിവാക്കാൻ എന്താണ് ഒരു ബിസിനസ്സുകാരൻ ശരിക്കും ചെയ്യേണ്ടത്? ഇതില് ഞാൻ എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്ന ചില ബേസിക് ബിസിനസ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പറയാം, വാട്ട് ഐ ഫോളോഡ് എന്നുള്ളതെങ്കിലും ഞാൻ പറയാം. ഞാനൊരു ബിസിനസ് ഫൈനാൻസിന്റെ എക്സ്പേർട്ട് അല്ല, എൻ്റെ മേഖല പേഴ്സണൽ ഫൈനാൻസ് ആണ്, എങ്കിലും ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു ബാക്കപ്പ് പ്ലാൻ വേണം. ഒരു പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി വേണം. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അത് പലരും ആദ്യം അതന്നെ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പൊ അതായത് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് ഇനി വരുമാനം എടുക്കാൻ 2-3 വർഷം വരെ ഒരു ജസ്റ്റേഷൻ പീരീഡ് എല്ലാ ബിസിനസ്സുകൾക്കും ഉണ്ടാവും. ആ സമയം വരെ എനിക്ക് ജീവിച്ചു പോകാൻ എനിക്ക് വേറെ വരുമാനം, ഒരു ഇൻകം ഉണ്ടോ? ദാറ്റ് ഇസ് നമ്പർ 1. അപ്പൊ ഇത് കുറച്ച് നാൾ കഴിഞ്ഞാലും നമുക്കൊരു, ഞാൻ പറയും, ഒരു സ്റ്റോപ്പ് ലോസ്, ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഭാഷയിൽ പറഞ്ഞ സ്റ്റോപ്പ് ലോസ് വേണം. എത്ര പൈസ ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇറക്കാൻ ഞാൻ തയ്യാറാണ്? നഷ്ടം വന്നാൽ എവിടം വരെ പോവാൻ തയ്യാറാണ്? എത്ര സമയം ഞാൻ എന്നോട് ചെലവാക്കാൻ തയ്യാറാണ്? ഒരു മണി സ്റ്റോപ്പ് ലോസ് ആൻഡ് ടൈം സ്റ്റോപ്പ് ലോസ് വേണം. ഓക്കെ, ഞാൻ തുടങ്ങി ഇത്ര കാലം വെയിറ്റ് ചെയ്തു, ഇത്ര പൈസ പോയി, ശരി, ആ പോയിന്റിൽ ശരിയാവുന്നില്ലെങ്കിൽ ചവിട്ടി നിർത്താൻ പറ്റണം. അവിടെ നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ പണിയെടുത്ത് ചെയ്ത് വെച്ച നല്ല പൈസ മുഴുവൻ ഈ ഒരു ഇതിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രോബ്ലം. സോ ലോസ് വന്നു കഴിഞ്ഞാൽ ചവിട്ടി നിർത്താൻ അറിയണം എന്നുള്ളത് ദാറ്റ് ഇസ് നമ്പർ 1. നോ, പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയാണ് ചോദ്യം. അപ്പൊ ആ പ്രോഫിറ്റിൽ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം, ഞാൻ ഇന്ന് വരെ ഫോളോ ചെയ്തിട്ടുള്ളതും അതിനെ 3 ആക്കി തിരിക്കണം എന്നുള്ളതാണ്. ഒരു ഭാഗം നമ്മുടെ എംപ്ലോയീസിന് നമ്മൾ ഇൻസെന്റീവ്സ് ആയിട്ട് കൊടുക്കണം. അവർ നമ്മുടെ ബിസിനസിന്റെ ഭാഗമാണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. രണ്ടാമത്തെ ഭാഗം ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യണം. റീഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് തന്നെ ഒരു സർപ്ലസ്, ഒരു റിസർവ് വേണം. നമ്മൾ വരുന്ന ലാഭം ബിസിനസിന്റെ പൈസ മാറ്റി വെക്കണം സേവിങ്സ് ആയിട്ട്. അതിൽ നിന്ന് ഒരു ഭാഗം വീണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. മൂന്നാമത്തെ ഭാഗം മാത്രമേ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പൈസയേ ഉള്ളൂ. അവിടെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റ് വരണം. അവിടെ ഞാൻ എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി എന്ത് ചെയ്യണം, ഇതൊക്കെ വേറെ വേറെ പറയണം. ഇത് 3 ആക്കി തിരിക്കണം. ബിസിനസ്സിന് വേറെ സർപ്ലസ് വേണം, എനിക്ക് വേറെ പേഴ്സണലി വേറെ സർപ്ലസ് വേണം. പിന്നെ ബിസിനസിന്റെ സർപ്ലസുകൾ ഒരിക്കലും ഇല്ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ്സിൽ കൊണ്ടിടരുത്. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക്, ലാഭം വന്നാൽ കൊണ്ട് വേറൊരു ബിസിനസ്സിൽ കൊണ്ടിടും. ആ ബിസിനസ് നഷ്ടവും. അല്ലെങ്കിൽ കൊണ്ട് എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് വാങ്ങും, സ്ഥലം വാങ്ങും, ഇവിടെ ആവശ്യം വരുമ്പോൾ അത് വിൽക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ ലിക്വിഡിറ്റി വേണം എന്നുള്ളത്. ഒരു റിസർവ്സ് വേണം, ലിക്വിഡിറ്റി വേണം, എംപ്ലോയീസിന്, ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പേഴ്സണൽ ഫൈനാൻസും ബിസിനസ് ഫൈനാൻസും രണ്ടാണെന്ന് പറഞ്ഞ് തിരിച്ച് തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വളരെ ബേസിക് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ ഈ നമ്മുടെ ഈ ലിക്വിഡിറ്റിനെ കുറിച്ച് പറഞ്ഞ സമയത്താണ് റിയൽ എസ്റ്റേറ്റിൽ കുറെ ആളുകൾ, നമുക്ക് അറിയുന്ന കുറെ ആളുകളുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ വലിയൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. പലപ്പോഴും പ്ലോട്ടിന്റെ വില കുറവായിരിക്കും, പക്ഷെ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് എല്ലായിടത്തും സെയിം ആയിരിക്കും. അപ്പോൾ ഒരു 30-35 വയസ്സുള്ള ഒരാള് ഒരു 10 കോടി റിയൽ എസ്റ്റേറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ പോലും അയാളൊരു 80 വർഷം ജീവിക്കുകയാണെങ്കിൽ പോലും പലപ്പോഴും പല റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും അയാളുടെ ജീവിതകാലത്തേക്ക് ROI കിട്ടുന്നില്ല. അപ്പൊ ഇത് വലിയൊരു അബദ്ധമായിട്ട് കുറെ ആളുകൾ ആർക്കൊക്കെ വേണ്ടിയിട്ട് കുറെ പ്രാധാന്യങ്ങൾ എടുത്തിരുന്ന പോലെയാണ് പലതും കിടക്കുന്നത്. എങ്ങനെയാണ് ഇതിൽ നിന്ന് അവരെ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അതിനെക്കുറിച്ച് വല്ല കമന്റും? ഞാൻ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളതാണ്, അതായത് നമുക്കൊരു കൃത്യമായിട്ട് ഇന്ന സമയത്ത് എനിക്ക് ഇത്ര ആവശ്യമുണ്ടെന്ന് അറിയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും റിയൽ എസ്റ്റേറ്റിലേക്ക് പോകരുത്. ഓക്കെ, 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും. ഓക്കെ, ഞാൻ പറഞ്ഞ എൻ്റെ മോനോ മോൾക്കോ കോളേജിൽ പഠിക്കാൻ, എൻ്റെ കുട്ടിക്ക് 8 വയസ്സായി, 10 വർഷം കഴിഞ്ഞാൽ കോളേജിൽ പോകണം. അപ്പൊ എനിക്ക് എൻ്റെ മനസ്സിൽ ഏകദേശം ഞാൻ കാണുന്നത് ഇന്നത്തെ ഒരു 20 ലക്ഷം 25 ലക്ഷം വേണമെങ്കിൽ അന്നത്തെ എനിക്ക് ഒരു 50-60 ലക്ഷം റുപ്യ മിനിമം കാണണം. അങ്ങനെയാണെങ്കിൽ ആ പൈസ ഒരു കാരണവശാലും ഭൂമിയിലിടരുത്. ഓക്കെ, അതൊക്കെ ലിക്വിഡ് ആയിരിക്കണം. പിന്നെ ഇതുപോലെ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് എനിക്ക് ആവശ്യം ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ഫിനാൻഷ്യൽ അസറ്റ്സിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പൈസ, ഓക്കെ, എനിക്കത് ഇപ്പൊ അത്യാവശ്യം വിറ്റിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഐ എം ഓക്കെ ഈവൻ വിത്തൗട്ട് ദിസ്. അതിന്റെ ഒരു വാടക വരുമാനം അവിടെ എനിക്ക് പറയാനുള്ളത്, റെസിഡൻഷ്യൽ റെന്റൽ റീൽസ് വെരി ലോ ഇൻ ഇന്ത്യ. 2-3% നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. കമേഴ്ഷ്യൽ ആണെങ്കിൽ പിന്നെയും ഒരു 5-6% ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ. കമേഴ്ഷ്യൽ ആണെങ്കിൽ ബെറ്റർ ആണ്, എക്സസ് ആണ്, അതെ എക്സസ് ആണ്. ബട്ട് ഈൽഡ് വൈസ് നോക്കുകയാണെങ്കിൽ പിന്നെയും കുറച്ചെങ്കിലും ഭേദം അതാണ്. മെയിൻ്റനൻസ് കോസ്റ്റ് കുറവാണ്, അങ്ങനെ പിന്നെ ടെനൻസ് കുറച്ചു കാലം നിൽക്കാൻ സാധ്യതയുണ്ട്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കമേഴ്ഷ്യലാണ് പിന്നെയും കുറച്ചും കൂടെ ബെറ്റർ. ഫ്ലാറ്റ് വാങ്ങിയിട്ടിട്ട് വാടക കൊടുക്കുന്നതിൽ അപ്പുറം ഇത്രയും വലിയ അബദ്ധം വേറെ ഒന്നും ഇല്ല എന്നാണ് ഞാൻ പറയാം. അപ്പം അങ്ങനെ വരുന്ന കേസസിൽ, അതായത് ഒരുപാട് കാലം കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ വിറ്റാൽ മതി, എനിക്ക് ഈ ഒരു വാടക എനിക്ക് എൻ്റെ ഒരു റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു വരുമാനമായിട്ട് ഇരുന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ബോക്സും ടിക്ക് ചെയ്തിട്ട് അവസാനം പറ്റുമെങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആദ്യമേ കയറി പറ്റുമ്പോഴാണ് ഇതിന് പ്രശ്നം. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിലും പൈസ ഉണ്ടാക്കുന്നവരില്ലേ, ഉണ്ട്. പക്ഷെ അതിന്റെ ആ പ്രയോറിറ്റി എവിടെ എത്തിക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ മെയിൻ തിങ്.